ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഓരോ നിഅമത്തുകളും നമ്മെ കൂടുതൽ കൂടുതൽ നന്ദി കാണിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മെ നയിക്കേണ്ടതുണ്ട്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചൊരു കാര്യം, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് അള്ളാഹുവിൻ്റെ നിഅമത്തുകളോട് നിങ്ങൾ നന്ദിയോടുകൂടി പെരുമാറുകയാണെങ്കിൽ ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതേ സമയത്ത് നന്ദികേടാണെങ്കിൽ വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നന്ദിക്കു പകരം നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരായിത്തീരുവാനും വിനയമുള്ളവരായിത്തീരുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൻ്റെ വളരെയധികം അടുത്തെത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ആ വിശുദ്ധ റമദാനിന് വേണ്ടി മാനസികമായും ആത്മീയമായും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളും ബർക്കത്തുമുള്ള ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. അതുപോലെ തന്നെ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെട്ട് പാപരഹിതനായിക്കൊണ്ട് കടന്നു പോകാൻ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. റമദാൻ ആഗതമാകുമ്പോൾ നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുകയും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മൾ കേട്ടതായിരിക്കും. ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലഖത് അബ്വാബുൻ നീറാൻ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും വസുഫിദത്ത് ശയാത്തീൻ, വലിയ പോക്കിരികളായ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന പൈശാചികമായിട്ടുള്ള ശ്രമങ്ങളെ, പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവീര്യമാക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും ബന്ദികളാക്കി വെക്കുകയും ചെയ്യുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ നമ്മൾ പലവരും കേട്ടതായിരിക്കും. അതുപോലെ തന്നെ റമദാനിൻ്റെ ഓരോ രാവിലും ഓരോ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഘം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകളും നമ്മൾ ശ്രവിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് മഹത്വങ്ങൾ ഉള്ള വിശുദ്ധ റമദാനാണ് സഹോദരന്മാരെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ ഉള്ളത്. ആ റമദാനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്ലാമിൽ മറ്റു ഇബാദത്തുകൾക്കില്ലാത്ത, മറ്റു ആരാധനകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളുമുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അതിലൊറ്റ കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾക്ക് പരിഹാരമായി, കഫാറത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ആരാധനയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അതിന് പ്രായശ്ചിത്തമായി, കഫാറത്തായി കൊടുക്കേണ്ടത് പലപ്പോഴും നോമ്പിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, റമദാനിൻ്റെ പകലുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധങ്ങൾ പാടില്ല. പക്ഷെ അങ്ങനൊരു മനുഷ്യന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തം അല്ലാഹു നിശ്ചയിച്ചത് 2 മാസം നോമ്പനുഷ്ഠിക്കണമെന്നാണ്. കാരണം നോമ്പിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ആത്മീയതയും തഖ്വയും മറ്റു ഇബാദത്തുകളിലൂടെ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട്, ആ വലിയ പാതകം ചെയ്ത മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2 മാസം തുടർച്ചയായിക്കൊണ്ട് നോമ്പ് നോൽക്കണം. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യം ചെയ്തുകൊണ്ട് ആ സത്യത്തെ ലംഘിക്കുകയാണെങ്കിൽ അതിന് അള്ളാഹു നിശ്ചയിച്ചത് 10 മിസ്കീനന്മാർക്ക് ഭക്ഷണമോ അതല്ലെങ്കിൽ വസ്ത്രമോ കൊടുക്കണം, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നോൽക്കണം. അതുപോലെ തന്നെ ഒരു മനുഷ്യന് അബദ്ധത്തിൽ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ
അവൻ ഒരു അടിമയെ മോചിപ്പിക്കണം, അതല്ലെങ്കിൽ 2 മാസം നോമ്പ് നിൽക്കണം. എന്തിനാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾക്ക് പരിഹാരമായി അതിനൊരു കഫാറത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകൾ നിശ്ചയിച്ചിട്ടുള്ളത്? കാരണം ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവൻ വാരിക്കോരി പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമായ ഒരു ആരാധനയാണ് സഹോദരന്മാരെ വിശുദ്ധ റമദാനിലെയും അതുപോലെ തന്നെ അല്ലാത്ത മാസങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് നോമ്പ് എന്ന് പറയുന്നത്. മറ്റു നോമ്പുകൾ സുന്നത്തായതും ഫർളായതും ഉണ്ടെങ്കിൽ വിശുദ്ധ റമദാനിൽ നിർബന്ധമായും ഒരു മനുഷ്യൻ നോമ്പ് അനുഷ്ഠിക്കണം. അതുകൊണ്ട് തന്നെ നോമ്പും റമദാനും നമ്മളിലേക്ക് എത്താനുള്ള സന്ദർഭത്തിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കം, ആത്മീയമായ ഒരു മുന്നൊരുക്കം വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഉണ്ടാകണം. എങ്ങനെയാണ് നമ്മൾ മുന്നൊരുക്കം നടത്തേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 46-ാമത്തെ ആയത്തിലൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പോരാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അവർ അതിന് ഒരുങ്ങാതെ ആ യുദ്ധത്തിന് പ്രവാചകൻ്റെ കൂടെ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ മനഃപൂർവ്വം പിന്തി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നതിൻ്റെ കാരണം അന്വേഷിക്കുകയും അവർ പലപ്പോഴും പല കളവുകളും പറഞ്ഞ് പ്രവാചകൻ്റെ മുന്നിൽ നിന്ന് ഊരിച്ചാടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹും ഉദ്ദ. അവർ ആ യുദ്ധത്തിന് പോരാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നുവെങ്കിൽ, അവർക്കതിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ലഅദ്ദു ലഹും ഉദ്ദതൻ, അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ അവർ നടത്തുക തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളൊരു യാത്രക്ക് ഒരുങ്ങുകയാണെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തും? ഒരു ദീർഘമായ യാത്രയാണെങ്കിൽ ആ യാത്രക്കനുസരിച്ച് കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ നിന്നുണ്ടാകും. ഇതുപോലെ വിശുദ്ധ റമദാൻ വരുമ്പോൾ ആ റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള സന്ദർഭമാണ് ശഅബാൻ എന്ന് പറഞ്ഞാൽ. റമദാനിൽ മാസം കണ്ടിട്ട് ഒരുങ്ങുക എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് ആ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ സഹോദരന്മാരെ ഈ സന്ദർഭമാണ് അതിനുള്ള ഒരു അവസരമെന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ 6 മാസം കാലം മുമ്പ് തന്നെ വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമെന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാനൂ യദ്ഊനല്ലാഹ 6 അശ്ഹുരിൻ അൻ യുബല്ലിഗൂം റമദാൻ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ആ റമദാനിൻ്റെ മഹത്വവും ആ റമദാനിൻ്റെ പോരിശുകളും റമദാനിൻ്റെ ബർക്കത്തും മനസ്സിലാക്കിയവർ 6 മാസക്കാലം മുമ്പ് തന്നെ പടച്ചവനെ ആ റമദാനിലേക്ക് ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ഈമാനോടുകൂടി ഞങ്ങൾ എത്തിക്കണമേ എന്ന് നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹികൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളും പ്രാർത്ഥിക്കണം. വിശുദ്ധ റമദാനിൽ ജീവിക്കാനുള്ള ഭാഗ്യത്തിനല്ല, വിശുദ്ധ റമദാനിൽ ആഫിയത്തോടുകൂടി നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അരുമശിഷ്യനെ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിക്കേണ്ട സന്ദർഭം കൂടിയാണ്. കാരണം റമദാനിൽ എത്ര ആളുകൾക്ക് രോഗം വരും, അവർക്ക് എത്ര ആളുകൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ വരും, ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ഈമാനോടുകൂടി റമദാൻ പൂർത്തിയാക്കാനുള്ള ഒരു അവസരം എനിക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ശഅബാനിലെ സുന്നത്ത് നോമ്പുകൾ അത് റമദാനിലൊരു മുന്നൊരുക്കമാണ്. നമുക്കറിയാം, ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങളുണ്ട്. ളുഹറാണെങ്കിൽ അതിന് മുമ്പും ശേഷവുമുണ്ട്, മഗ്രിബിനുണ്ട്, ഇശാക്കുണ്ട്, ഫജ്റിനുണ്ട്, അസറിന് മുമ്പുമുണ്ട്. ഇതെന്തിനാണ്? അതിന് മുമ്പും ശേഷവുമുള്ളത്. മുമ്പുള്ളതിൻ്റെ ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ആ മുമ്പുള്ളത് ഫർളായ കാര്യം നിർവഹിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷവും ആ ഫർളിലേക്കുള്ള ഒരു ചവിട്ടുപടിയുമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. അതേസമയത്ത് അതിന് ശേഷമുള്ളതാണെങ്കിൽ ഈ ഫർളിൽ വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ളതാണ്. ഇതുപോലെ വിശുദ്ധ റമദാനിൻ്റെ മുമ്പും ശേഷവും നോമ്പുണ്ട്. വിശുദ്ധ റമദാനിൻ്റെ മുമ്പത്തെ മാസമാണ് ശഅബാൻ മാസം. ആ ശഅബാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത്, സുന്നത്ത് നോമ്പുകൾ. ആ റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 ദിവസത്തെ ശവ്വാലിലെ 6 നോമ്പുണ്ട്. അപ്പോൾ റമദാനിൻ്റെ മുമ്പും ശേഷവും എന്നുള്ളത് നമസ്കാരങ്ങളിൽ ഉള്ളതുപോലെ തന്നെ
അതിനു മുമ്പും ശേഷവുമുള്ള പിന്നെ അത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി അതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ആ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ഉംറയെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പഠിക്കുന്നില്ലേ? ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് നമ്മൾ ഹജ്ജ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. വിശുദ്ധ റമദാൻ വരുമ്പോൾ ആ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലവരും റമദാനിലൂടെ നമ്മൾ കടന്നു പോയതാണെങ്കിൽ കൂടിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് റമദാനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, സക്കാത്തിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. സഹോദരന്മാരെ, റമദാൻ എന്ന് പറഞ്ഞ ഒരു യാന്ത്രികമായ ഒരു ആരാധനയായിക്കൊണ്ടൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടുള്ളതല്ല. റമദാൻ വന്ന് റമദാൻ അവസാനിച്ചു പോകും. പക്ഷെ നമ്മൾ റമദാനിൽ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട സന്ദർഭമാണിത്. ഈ ശഅബാനിൻ്റെ അവസാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. റമദാനിൽ ഒരു ജമാഅത്ത് പോലും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. വിശുദ്ധ റമദാനിലെ ഫർളായ നമസ്കാരങ്ങൾ 5 നമസ്കാരങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നിർബന്ധമായിക്കൊണ്ട് നമസ്കരിക്കണം എന്ന ഒരു വാശിയും അതിനുവേണ്ടി തയ്യാറെടുപ്പും ഒരു തീരുമാനവും സഹോദരന്മാരെ നമുക്ക് ഈ സന്ദർഭത്തിലുണ്ടാകണം. പലപ്പോഴും വിശുദ്ധ റമദാനിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ധാരാളമായി കൊണ്ട് കാണാൻ കഴിയും. ജമാഅത്തൊക്കെ കഴിഞ്ഞ് അവസാനത്തിൽ വന്ന് നിസ്കരിച്ചു പോകും, അവൻ്റെ ഫർളൊക്കെ വീടിയിട്ടുണ്ടാവും. പക്ഷേ റമദാൻ അങ്ങനെയല്ല വേണ്ടത്. ഒരു ജമാഅത്ത് പോലും അത് 1-ാമത്തെ സഫിൽ എനിക്ക് നമസ്കാരം കിട്ടണമെന്ന ഒരു വാശിയും ആ രീതിയിൽ തന്നെ തീരുമാനവും ഒരു പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും സഹോദരന്മാരെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച സംഭവിക്കുകയില്ല. ഈ പള്ളി ഒരു ജുമുഅത്ത് പള്ളിയായി മാറിയല്ലോ. അതുകൊണ്ട് തന്നെ 5 നേരത്തെ നമസ്കാരത്തിന് ആളുകൾ വരണം. അത് കൃത്യമായിക്കൊണ്ട് ജമാഅത്തുകൾ പങ്കെടുക്കണം. അത് കൃത്യമായ തീരുമാനങ്ങൾ, നമ്മുടെ ജോലിയും അതിനനുസരിച്ച് തിരക്കുകളും ആ റമദാനിൻ്റെ നമസ്കാരത്തിന് സമയത്തിനനുസരിച്ച് കൊണ്ട് മാറ്റുന്ന ഒരവസ്ഥ ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായിട്ട് പോലും ആ റമദാനിൽ ഒരു ഖത്തം പോലും ഓതി തീർക്കാൻ സാധിക്കാത്ത നിർഭാഗ്യവാന്മാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഒരിക്കലും നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ വിശുദ്ധ റമദാനിലും അല്ലാത്ത കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? നമ്മൾ പറയും നമുക്ക് തിരക്കാണ്, കച്ചവടമാണ്, ബിസിനസ്സാണ്, അങ്ങോട്ട് ഓടാനുണ്ട്, ഇങ്ങോട്ട് പോകാനുണ്ട്. ശരിയാണ്. ഇതുപോലെ തിരക്കുകളും കച്ചവടങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനും അള്ളാഹു ബനൂ ഇസ്രായേലിന് മഞ്ഞ് സെൽവി ഇറക്കി കൊടുത്തതുപോലെ ആകാശലോകത്തു നിന്ന് ഭക്ഷണമൊന്നും ഇറക്കിയിട്ടില്ല. അവരും അധ്വാനിക്കുന്നവരായിരുന്നു. അതിൽ ഏറ്റവും വലിയ ധനികരായ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3 ദിവസം കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കും. 3 ദിവസം കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കും. 5 ദിവസം കൂടുമ്പോഴും 10 ദിവസം കൂടുമ്പോഴൊക്കെ ഖത്തം തീർക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിലുള്ള തൂണുകളിലെ ഓരോ തൂണിൻ്റെയും അടുക്കൽ ഞാൻ 10 തവണ ഖത്തം തീർത്തു എന്ന് പറയുന്ന സഹാബത്തുണ്ടായിട്ടുണ്ട്. ഇവർക്കും ഉള്ള അതേ റമദാൻ തന്നെയാണ് സഹോദരന്മാരെ നമുക്കും വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദൃഢനിശ്ചയം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും, അത് 2 3 4 വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം നമ്മൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ആവേശവും ഈമാനികമായ ഉയർച്ചയും നമുക്കുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലെ സഹോദരന്മാർ, എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, വിശുദ്ധ റമദാനിൽ നമുക്ക് ചില രഹസ്യ ആരാധനകൾ ഉണ്ടാകണം. എല്ലാവരും കാണുന്ന ആരാധനകൾ, നമസ്കാരം, അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം, ഇങ്ങനെ ഒരുപാട് സദഖകൾ, ഇതൊക്കെ എല്ലാം കാണുന്നവരാണ്. എല്ലാവർക്കും കാണാവുന്ന ആരാധനകളാണ്. എന്നാൽ നമ്മളും റബ്ബും മാത്രം അറിയുന്ന, നമുക്കും പടച്ചവനും മാത്രം അറിയുന്ന ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും മാത്രം അറിയുന്ന ചില നന്മകൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആർക്കും അറിയാത്ത അത്തരം നന്മകൾ വിശുദ്ധ റമദാനിൽ നമ്മൾ വാരിക്കൂട്ടാൻ ശ്രദ്ധിക്കണം. കാരണം ആ നന്മകളാണ് പടച്ച റബ്ബിൻ്റെ അടുക്കലെത്തുമ്പോൾ നമുക്ക് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി, ആത്മാർത്ഥമായി പടച്ച റബ്ബിൻ്റെ അടുക്കൽ ആ അമലുകൾ തുറക്കപ്പെടുന്ന അവസരത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന അവസ്ഥ ഏതായിരിക്കും? നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ
ഈ കാര്യം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 271 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ഇതാണ്. അല്ലാഹു പറയുന്നു, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാഹി, നിങ്ങൾ സ്വതക്കകളെ, ദാനധർമ്മങ്ങളെ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ വഇൻ തുഖ്ഫൂഹാ വതുഅതുഹൽ ഫുഖറാ, നിങ്ങൾ ആ ദാനധർമ്മങ്ങൾ രഹസ്യമാക്കുകയും യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികളായ ഫുഖറാക്കന്മാർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അപ്പോൾ പിന്നെ സക്കാത്തും സദഖകളൊക്കെ രണ്ട് രീതിയിൽ കൊടുക്കാം, പരസ്യമായും കൊടുക്കാം, രഹസ്യമായും കൊടുക്കാം. പക്ഷേ രഹസ്യമായി കൊടുക്കുന്നതാണ് ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? നന്മകൾ പരസ്യമായി കൊണ്ട് ചെയ്യാം, രഹസ്യമായി കൊണ്ട് ചെയ്യാം. പക്ഷേ രഹസ്യമായ നന്മകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത്. എന്താണ് നോമ്പിൻ്റെ പ്രത്യേകത? അസ്സൗമു ലീ വ അന അജ്സീ ബിഹി എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ കാരണം എന്താണ്? കാരണം നോമ്പ് അതൊരു രഹസ്യമായ ആരാധനയാണ്. ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് നോമ്പുണ്ട് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവില്ല. ഇനി നോമ്പ് നോറ്റവൻ തന്നെ റമദാനിലാണെങ്കിൽ പോലും അവന് നോമ്പുണ്ടോ ഇല്ലെന്ന് മനസ്സിലാവില്ല. കാരണം അവൻ ഒതുകൊടുക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടോ, ആരും കാണാതെ വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് അള്ളയും അവനും മാത്രമേ അറിയുള്ളൂ. അത്രയും സൂക്ഷ്മതയുള്ള ആരാധനയാണ് നോമ്പെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നോമ്പിന് അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് കൂലി കൊടുക്കുകയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം എന്താണ്? ഏറ്റവും രഹസ്യമായ അവനും പടച്ചറബിനും മാത്രം അറിയുന്ന ഒരു ആരാധനയാണ് വിശുദ്ധ റമദാനിലെയും അല്ലാത്തെയും സന്ദർഭങ്ങളിലെയും നോമ്പെന്ന് പറഞ്ഞാൽ. ഇതുപോലെ രഹസ്യമായ ചില ആരാധനകൾ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിൻ്റെ തണൽ ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം എണ്ണിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എണ്ണിയത് ആരെയാണ്? റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരാളൊരു സ്വതക്ക കൊടുത്തു. ആ സ്വതക്ക കൊടുത്തത് അയാളുടെ വലത് കൈ കൊണ്ടാണ് അയാൾ കൊടുത്തത്. ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവൻ്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അത്രയും രഹസ്യമായി കൊണ്ടൊരാൾ സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വതക്ക പടച്ചറബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിക്കുന്ന പാഠം എന്താണ്? രഹസ്യമായ ചില നന്മകൾ ഉണ്ടാകണം. അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് വിശുദ്ധ റമദാൻ. അതിലേക്കുള്ള ചില പ്ലാനുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യ പോലും അറിയാത്ത, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവ് പോലും അറിയാത്ത, നമ്മുടെ വീട്ടിലുള്ള മക്കളും ആരും അറിയാത്ത, നമ്മളും പടച്ചറബും മാത്രം അറിയുന്ന ചില നന്മകൾ ഈ വിശുദ്ധ റമദാൻ നമ്മൾക്ക് വാരിക്കൂട്ടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബഉൻ മിൻ അമലിൻ സ്വാലിഹിൻ ഫല്യഫ്അൽ. അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം തുറക്കപ്പെടുന്ന ചില ഖജനാവുകൾ, ചില നന്മയുടെ ഖജനാവുകൾ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഫല്യഫ്അൽ, അവനത് ചെയ്തു കൊള്ളട്ടെ. അത് എല്ലാവരും കാണുന്ന നന്മകളല്ല, അവനും പടച്ചോനും മാത്രം അറിയുന്ന ചില അമലു സ്വാലിഹാത്തുകൾ ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവനത് ചെയ്തു കൊള്ളട്ടെ, അവനത് പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു തഖിയ അൽ ഗനി അൽ ഖഫി. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കാത്ത ആളുകൾ ഇഷ്ടപ്പെടുന്നു. എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഖഫിയായ, എല്ലാം ഗോപ്യമാക്കി വെക്കുന്ന, അവൻ്റെ നന്മകൾ രഹസ്യമാക്കി വെക്കുന്ന അത്തരം ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഒരു നന്മ ചെയ്താൽ അത് ഫേസ്ബുക്കിലിടണം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കണം, അല്ലെങ്കിൽ റീൽസ് വെക്കണം. ഇതിന് എത്ര ആളുകൾ കണ്ടു എന്ന് നിരന്തരമായി കൊണ്ട് നോക്കണം. അതിൽ വലിയ ആനന്ദം കണ്ടെത്താൻ. ഒരു അമലു സ്വാലിഹാത്തൊക്കെ ചെയ്താൽ സ്റ്റാറ്റസ് വെച്ച് അതെത്ര ആളുകൾ കണ്ടു, അതിൻ്റെ അവസ്ഥ എന്താണ് എന്നിങ്ങനെ നിരന്തരമായി നോക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് സഹോദരന്മാരെ നമ്മൾ കടന്നുപോയി. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മളും പടച്ചോനും മാത്രം അറിയുന്ന ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്വതക്കകൾ. റമദാനിൽ ധാരാളമായി നമുക്ക് സ്വതക്ക ചെയ്യാം. ഈ കാലഘട്ടത്തിൽ ജിപേയും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ആർക്കും അറിയാതെ, ആരെയും അറിയിക്കാതെ, കിട്ടുന്ന ആൾ പോലും അറിയാതെ നമുക്ക് സ്വതക്ക കൊടുക്കാൻ സാധിക്കും.
കാരണം പ്രവാചകന്റെ ഹദീസിൽ കാണാം, സദഖത്തു സിർരി തുത്ഫി ഗളബല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയുന്നതാണ് രഹസ്യമായ സദഖകൾ. നമ്മോട് പടച്ചറബിന് വല്ല വിദ്വേഷവും നമ്മുടെ അമലുകൾ കൊണ്ടുണ്ടെങ്കിൽ ആ അമലുകൾ കൊണ്ട വിദ്വേഷത്തെ, അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തണുപ്പിക്കാൻ ഒരു മനുഷ്യൻ്റെ രഹസ്യമായ സദഖകൾ കൊണ്ട്, രഹസ്യമായ നന്മകൾ കൊണ്ട് സാധിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അദ്ദേഹം പറയാണ്, കാന നാസു മിൻ അഹ്ലിൽ മദീന, മദീനയിൽ ചില മനുഷ്യന്മാരുണ്ടായിരുന്നു, യഈശൂന ലാ യദറൂന മിൻ ഐന കാന മആശുഹും, അവരിങ്ങനെ മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ, ജീവിത സന്ധാരണത്തിന് ആവശ്യമായ വിഭവങ്ങൾ നൽകപ്പെടുന്നത് എന്നവർക്കറിയുമായിരുന്നില്ല. അവർക്ക് ഇങ്ങനെ വരുമാനം കിട്ടുന്നുണ്ട്, അവിടെ വീടുകളിലേക്ക് ഭക്ഷണം എത്തുന്നുണ്ട്, പക്ഷെ എവിടുന്നാണ് കിട്ടുന്നത്, ആരാണിത് കൊണ്ടുവരുന്നത്, തരുന്നത് എന്നവർക്കറിയുമായിരുന്നില്ല. ഫലമ്മ മാത അലി ബിൻ ഹുസൈൻ മരണപ്പെട്ട സന്ദർഭത്തിൽ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഫഖദൂ മാ കാനൂ യുതൂന ബിഹി ഫിൽ ലൈൽ, രാത്രിയിൽ അവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണം അദ്ദേഹം മരിച്ചപ്പോൾ നിന്നുപോയി. അപ്പോഴാണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ നന്മകൾ ജീവിതകാലം മുഴുവനും ഞങ്ങളെ പോറ്റിയിരുന്നതും, ഞങ്ങൾക്ക് രാത്രികാലങ്ങളിൽ ആരാരും അറിയാതെ ഭക്ഷണം വീട്ടിലേക്ക് എത്തിയിരുന്നതും ഇദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അദ്ദേഹം മരിച്ചപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരു ചുമലുകളിലും വലിയ തഴമ്പ് വന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം ആരും ആ നന്മ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ചില നന്മകൾ, രഹസ്യമായ ആരാധനകളും രഹസ്യമായ സൽക്കർമ്മങ്ങളും മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രീതി ഉണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം നഖൈയുടെ ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. അവർ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അടുക്കലേക്ക് ആരെങ്കിലും കയറി വന്നാൽ അവരുടെ വസ്ത്രം കൊണ്ട് ആ ഖുർആൻ അവർ മറച്ചു പിടിക്കുമായിരുന്നു. ആ ഖുർആൻ അവർ മറച്ചു പിടിക്കും. നിങ്ങൾ ആലോചിക്കും, നമ്മളും അവരും നന്മകൾ ചെയ്യുന്നതിലുള്ള മാനസികമായ അകലം എത്രയാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവർ അറിയണമെന്ന ചിന്തയിലാണെങ്കിൽ മറ്റുള്ളവർ അറിയരുത് എന്ന രീതിയാണ്. മുൻഗാമികളായ ആളുകൾ ഒറ്റയ്ക്കിരുന്ന് പടച്ചറബിനെ ഓർത്തുകൊണ്ട് കരയുമ്പോൾ അവിടെ ആരെങ്കിലും കടന്നു വന്നാൽ ഒരു തുവാല എടുത്തുകൊണ്ട് എനിക്ക് ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരുന്നത് എന്നവർ പറയുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകളിൽ അത് പടച്ചോനെ മാത്രമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ചില അമലുകൾ സഹോദരന്മാരെ വിശുദ്ധ റമദാനിൽ നമുക്കുണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളുമൊക്കെ അത് ആളുകൾ കാണാത്ത രീതി നമുക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന കാര്യം. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. മാത്രമല്ല വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരുന്നുകൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക്, ഒരു മാനസികമായ അവസ്ഥയിലേക്ക് സഹോദരന്മാരെ നമ്മൾ ഉയരുകയും നമ്മുടെ നന്മകൾ ഈ വിശുദ്ധ റമദാനിൽ ആ ഒരു രീതിയിൽ നമ്മൾ വാരിക്കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഫിയത്തോടുകൂടി പ്രത്യേകിച്ചും അതിൻ്റെ മഗ്ഫിറത്തുകൾക്ക് വേണ്ടി പടച്ചറബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത്. റമദാൻ എത്തിയിട്ട് തൗബ ചെയ്യാന്നല്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ശഅബാൻ മാസത്തിൽ തന്നെ റമദാനിന് വേണ്ടി ഒരുക്കങ്ങൾ ഒരുക്കുമ്പോൾ അവർ കാര്യമായി ആളുകൾ ഉപദേശിച്ച്, നിങ്ങൾ അല്ലാഹു തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുലേക്ക് തൗബ ചെയ്തുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കണം. കാരണം എന്താണ്? ഒരു നല്ല ഭക്ഷണ പദാർത്ഥം, ആ ഭക്ഷണ പദാർത്ഥം ഒരു മോശപ്പെട്ട പ്ലേറ്റിലാണ്, പാത്രത്തിലാണ് വിളമ്പിയതെങ്കിൽ ആരും അത് കഴിക്കുകയില്ല. അപ്പോൾ റമദാനിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ മനസ്സൊക്കെ ശുദ്ധീകരിച്ച് ആ ശുദ്ധിയായിട്ടുള്ള മനസ്സിനാണ് ഒരു നന്മയെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാരണം പിന്നെ മലിനമായൊരു മനസ്സാകുമ്പോൾ ആ മലിനമായി തന്നെ ആ റമദാനിലൂടെ അങ്ങനെ കടന്നു പോകാൻ ഒരുപക്ഷെ അവസരമുണ്ടായേക്കാം. അതൊന്നുമില്ലാതെ പൂർണ്ണമായ ആത്മീയമായ ചൈതന്യത്തോടുകൂടി തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി ഇബാദത്തിൻ്റെ വിഷയത്തിൽ കണിശത കാണിച്ച് കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ആരാധനകളുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ പ്രവേശിച്ച് മഹാസൗഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ചില തീരുമാനങ്ങളും ചില ഷെഡ്യൂളുകളും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് നമസ്കാരം പോലും നഷ്ടപ്പെടാതെ, അത് റവാത്തിബുകളാണെങ്കിലും തഹയ്യത്താണെങ്കിലും ഇനി നഫിലിയായിട്ടുള്ള നിസ്കാരങ്ങളാണെങ്കിലും ദുഹാ നിസ്കാരങ്ങളാണെങ്കിലും ഒക്കെ അത് പ്രത്യേക ശ്രദ്ധയോടുകൂടി വിശുദ്ധ റമദാനിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ദുഹാ നമസ്കാരത്തിൻ്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 360-ലധികം സന്ധികളുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ വിരലുകൾ അനക്കണമെങ്കിൽ അവൻ്റെ സന്ധികൾ കൃത്യമായിക്കൊണ്ട് പ്രവർത്തിക്കണം. ഒരു മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ എല്ലാം അവൻ്റെ സന്ധികളും അസ്ഥികളുമൊക്കെ കൃത്യമായിക്കൊണ്ട് പ്രവർത്തിക്കണം. ഈ ഓരോ സന്ധികൾക്കും ഒരു മനുഷ്യൻ സദക്ക ഓരോ ദിവസം കൊടുക്കേണ്ടതുണ്ട്. 360 സദക്കകളൊക്കെ ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. ഇത് വിശുദ്ധ റമദാനിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പാലിച്ച് അതിജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പോരാൻ, അതൊരു തുടർ രീതിയായിക്കൊണ്ട് പോരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാൻ നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അഭിമാന സ്ഥാപനമാണ് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്നത്. അതിൻ്റെ 3ാമത്തെ കോൺവക്കേഷൻ്റെ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ പരിപാടികൾ പങ്കെടുക്കണം എന്ന് ആത്മാർത്ഥമായി എല്ലാവരോടും ഉണർത്തുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഇന്നും നാളെയുമായി നമ്മുടെ ജാമിയ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് വേങ്ങര വെച്ചുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. കേരളത്തിൻ്റെ പുറത്തുള്ള പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള നമ്മുടെ അഭിമാന കുട്ടികളാണ്, അല്ലെങ്കിൽ നമുക്ക് അഭിമാനമായിട്ടുള്ള കുട്ടികളാണ് അവിടെ പുറത്തിറങ്ങുന്ന. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു സമ്മേളനത്തിലേക്ക് എല്ലാ ആളുകളും എത്തിച്ചേരണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഒരു സമ്മേളനം നടത്തുമ്പോൾ സാമ്പത്തികമായി കൂടെ നല്ല ചിലവുകളുണ്ടാകും, നമുക്കറിയാം. അതിൻ്റെ ഒരു സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി നമ്മുടെ ജുമുഅക്ക് ശേഷം ചെറിയൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ സൗഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله عليه